ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ടർബോയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. നമുക്കറിയാം മമ്മൂക്ക വൈശാഖ് കൂട്ടുകെട്ട് മധുരരാജ 2-ന് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. അവർ ചെയ്ത പടങ്ങളെല്ലാം ഗംഭീര ഹിറ്റുകളായിരുന്നു. അവർ ചെയ്ത പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാസ് മസാല ആയിരുന്നു. അപ്പൊ നമുക്ക് മമ്മൂക്കയുടെ കുറെ നാളായി നമ്മൾ ആ ഒരു മാസ് മസാല ഒരു സംഭവം ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ട്രെയിലറിന് വേണ്ടി. പിന്നെ രാജ്ബി ഷെട്ടി ഒക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര കാസ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നത് ഫുള്ള് ഫൈറ്റ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നല്ല മാസ് നല്ല ഫൈറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാൻ വയ്യ. നമുക്ക് നേരെ ആ ട്രെയിലർ ഉണ്ടോ നാട്ടുകാര് എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇതിലും പൈസ അല്ലേ? ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ഡംബിൾ, ഇന്ദു പ്ലസ് ടു, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവനെ உங்களுக்கு தெரியுமா? നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിൽ പിന്നിലെങ്കിൽ ഒരൊറ്റ ആളും ജീവനോടെ ബാക്കി കാണില്ല. തനിയോട്ട് കേറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊല്ലാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. തകർക്കുമാണല്ലേ? ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. എന്ത് പറയണം എന്നറിയത്തില്ല, സത്യം പറഞ്ഞറിയത്തില്ല. നമ്മള് ഇല്ലേ എന്തോ കാണിച്ചത് അടിപൊളി പടമായിരിക്കും. അതിന്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതൊന്നും അല്ല ഇല്ലേ. ഫൈറ്റ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ രാജ്ബി ഷെട്ടി ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ച സാധനം ഭയങ്കര അത് ആ പടം എടുത്തേക്കുന്നതൊക്കെ എന്ന് വെച്ചാല് രാജ്ബി ഷെട്ടിക്കൊക്കെ എനിക്കൊന്നും ആ വില്ലൻ റോള് ഭയങ്കര തോന്നുന്നു. ഹെവി വില്ലനാണ് എന്ന് വെച്ചാല് മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് പറ്റുന്ന ഒരു ഹെവി വില്ലൻ തന്നെ വന്നേക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്ന് വെച്ചാല് ആ 2-3 സീൻസും പുള്ളിയുടെ ഡയലോഗും ഒക്കെ എന്ന് പറഞ്ഞാല് ഇല്ലേ. പിന്നെ പ്രത്യേകത സ്ക്രിപ്റ്റ്, പുള്ളിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. കുറെ പടത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം മാസ് പടത്തിന് പുള്ളി എങ്ങനെ അപ്പീൽ ചെയ്യുന്നത് നമുക്ക് കണ്ടെന്നറിയണം. പിന്നെ നമുക്കറിയില്ല മമ്മൂക്ക ഓൾവേസ്, അതുപോലെ തന്നെ വൈശാഖിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്കൊന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ഡയറക്ടർ, ഇപ്പോഴത്തെ മാസ് പടം പിടിക്കാൻ ഏറ്റവും നല്ല ഡയറക്ടർ വൈശാഖ് തന്നെയാണ്. അതിന് വേറെ തർക്കമൊന്നുമില്ല. നമ്മൾ കണ്ടതാണ്. ചെറിയ സ്ക്രിപ്റ്റ് വെച്ച് തന്നെ ഇവിടെ ആദ്യത്തെ 100 കോടി അടിച്ച ആളാണ് ഇല്ലേ. പുലിമുരുകൻ പോലുള്ള പടത്തിനൊക്കെ ചെയ്തതാണ്. ഇതിനകത്ത് ബീജമൊക്കെ ആദ്യം നമ്മളിങ്ങനെ ആ ബീജം ശ്രദ്ധിച്ചില്ല. പക്ഷെ അവസാനം അവര് ഭയങ്കര ഫാസ്റ്റ് വേണം. അതുപോലെ തന്നെ ആ കട്ട്സ് ഒക്കെ വന്നേക്കുന്നത് പെട്ടപ്പെട്ടെന്ന് പറഞ്ഞ കട്ട്സും കാര്യങ്ങളും ഫൈറ്റും മൊത്തം കൊണ്ട് ഫൈറ്റൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അപ്പുറം. ഇതിനകത്ത് കുറെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ വേറെ വിദേശ സിനിമകളൊക്കെ കാണത്തില്ല, ഇപ്പൊ ഈ സ്ലാഷർ മൂവീസ് ഒക്കെ കാണത്തില്ല, സ്ലാഷർ മൂവീസിന്റെ ടൈപ്പുള്ള കുറെ ഫൈറ്റിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ കുറെ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടല്ലേ, മൊത്തം ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് മറ്റേ സ്ലാഷ് ചെയ്യുമ്പോൾ ഉള്ള ബാളും ഒക്കെ വെച്ച് ബ്ലാക്ക് മാത്രം വെച്ചിട്ടുള്ള ഒരു ഡാർക്ക് രീതിയിലാണ് പടം മൊത്തം എടുത്തേക്കുന്നത്. മൊത്തം ഒരു ഡാർക്ക് രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ അന്യമാണ്. നമ്മള് സത്യം പറയുമ്പോ എന്തായാലും എന്തായാലും സിനിമയ്ക്ക് മുമ്പേ എന്തെങ്കിലും ഒരു ചെറിയ ഇത് നമുക്ക് തരുമായിരിക്കും. ഇതിപ്പോ ട്രെയിലറാ. ചിലപ്പോ എനിക്കൊന്ന് റിലീസിന് മുമ്പേ ഒരു 2-3 ദിവസം ഇപ്പൊ മിക്ക പടത്തിനും അങ്ങനെ ഉണ്ടല്ലോ മുമ്പ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്ന് തോന്നുന്നില്ലേ.
ഈ ഒരു സംഭവം കൊണ്ട് കാണിച്ച് നമ്മൾ തൃപ്തിയായിട്ടുണ്ട്. നേരെ സിനിമയിൽ നമുക്ക് വിടുക. ഒരുപാട് റിവീൽ ചെയ്യാതിരിക്കുന്നതെന്ന് തോന്നുന്നു നല്ലത്. പിന്നെ മമ്മൂക്കയെ നമ്മൾ അവസാനത്തേക്ക് പറയാൻ വേണ്ടി മമ്മൂക്ക ഇപ്പോഴും ഫൈറ്റ് സീന് ലാസ്റ്റത്തെ ഡയലോഗ് ഞാൻ വീണ് കഴിഞ്ഞാല് ഒരു 15 പേരെ കൊണ്ട് വീഴത്തുള്ളൂ എന്ന് പറഞ്ഞ ഡയലോഗ് പറയുന്നതൊക്കെയാണ്. അത് നമ്മൾ സമ്മതിക്കണം. ഇപ്പൊ എന്തുവായാലും പൊളി സാധനമായിരുന്നു. പ്രതീക്ഷയിൽ നിന്നും ഒക്കെ ഒരുപാട് മുകളിൽ കിട്ടിയ ഒരു ട്രെയിലർ തന്നെയായിരുന്നു. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. ഓക്കെ, ബൈ.